നമ്മളടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അവിടെ പരുന്തിൻ്റെയും ഫാൽക്കണിൻ്റെയും ഒന്നും അറ്റാക്കിംഗ് ഒന്നും ഇല്ലേ എന്നുള്ളത്. കണ്ടില്ലേ, കൂട്ടിൻ്റെ നേരെ മുകളിൽ 5ഉം 6ഉം ഒക്കെയാണ് ഒരുമിച്ച് പറക്കുന്നത്. പറക്കുന്നത് മാത്രമല്ല, നമ്മൾ വിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അവന്മാരൊന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കും. പക്ഷേ നമ്മുടെ പ്രാവുകൾ അത് ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടൊക്കെ വന്ന് സക്സസ് ആയി അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരം ആകുമ്പോഴത്തേക്ക് അവർക്കും അറിയാൻ പറ്റും, അവർക്ക് പ്രാവുകൾക്കും അറിയാൻ പറ്റും ഇവർ അറ്റാക്ക് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരെണ്ണം അവർ ജസ്റ്റ് ഒന്ന് വിരട്ടി നോക്കും. പക്ഷേ അവരെ കുറച്ച് നേരം ഒന്ന് വിരണ്ട് മാറിയിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അവർ കറക്റ്റ് അവരുടെ വഴിയിൽ തന്നെ വരും. നമ്മൾ പ്രാവും കുട്ടികളെ തുറക്കുമ്പോൾ തന്നെ അതാണെങ്കിൽ തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് മോട കണക്കെ ഇടുമ്പോൾ തന്നെ ഇവിടെ മണ്ടയിൽ ഇങ്ങനെ നിൽക്കും. ഇത്ര എണ്ണത്തിനെ കാണുമ്പോൾ തന്നെ രസം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രാവുകളെ പറത്തുമ്പോൾ അവർ മുകളിലോട്ട് പൊങ്ങൂല. അവർ താന്ന് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഇറങ്ങിക്കളയുകയും ചെയ്യും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നമ്മളെടുത്ത് പെട്ടെന്ന് ഒഴിവാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അവർക്ക് പറക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി പറക്കാത്തതും ചിലത് ലോങ് വലിഞ്ഞ് പൊക്കളയും. കാര്യം ഈ പരുന്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പരുന്തും വൈരീൻ്റെ ശല്യമുണ്ട്. അതാണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ അത് കാണാം, പ്രാവുകൾ തെന്നി മാറി പോകുന്നത്, ഒരു പരുന്ത് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ പ്രാവ് വളർത്തുന്നത്. അല്ലാണ്ട് വളരെ സേഫായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. പ്രാവും കാക്കയും വൈരിയും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറത്തുന്നു. നമ്മുടെ ക്രൈസ് അതായതുകൊണ്ട് നമ്മളത് പറത്തുന്നു.